ഒരു അവസ്ഥയാണ്. കർത്താവിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നമുക്ക് കടന്നു വരുവാനും ദൈവത്തിന്റെ മഹത്വം കാണുവാനും അതിനാണ് നാം കടന്നു വന്നിരിക്കുന്നത്. യഹോവയുടെ മനോഹരത്വം കാണുവാൻ, അവന്റെ മന്ദിരത്തിൽ അവനെ ധ്യാനിപ്പാൻ, ദൈവകൃപ അനുഭവിക്കുവാൻ നമ്മൾ ഇവിടെ വെറുതെ വന്നു, വെറുതെ പോകുവാനല്ല. നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ദൈവമായിട്ട് വളരെ അടുത്ത് വരുവാൻ. കർത്താവ് പറഞ്ഞു, എന്നോട് അടുത്ത് വരുവീൻ, ഞാൻ നിങ്ങളോടും അടുത്ത് വരും. ഇന്ന് ഈ പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ ദൈവത്തോട് അടുത്ത് ചെല്ലാം. സ്വർഗീയ സിംഹാസനത്തിലേക്ക് ധൈര്യത്തോടെ അവർ നമുക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നു. ധൈര്യത്തോടെ കടന്നു ചെല്ലുവാൻ, ഏത് സമയവും ഏത് ആവശ്യവുമായി കടന്നു ചെല്ലുവാൻ. ഇന്ന് പകൽക്കാലം ആ നാമം ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ സഭായോഗം ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ദൈവകൃപയാൽ നിറയപ്പെടട്ടെ. ദൈവത്തിന്റെ കൃപകളും കൃപാവരങ്ങളും നമ്മൾ പ്രാപിച്ച് ദൈവസന്നിധിയിൽ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ ഈ വിശുദ്ധ ദിവസത്തിൽ മക്കളാകുന്ന ഞങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വരുന്നു. നീ ഞങ്ങളുടെ സങ്കേതവും നീ ഞങ്ങളുടെ ബലവും ഞങ്ങൾ ആശ്രയിക്കുന്ന ഞങ്ങളുടെ ദൈവമായിരിക്കുന്നു. സ്തോത്രം. നീ എപ്പോഴും ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെട്ട് ഞങ്ങൾ പോകേണ്ടുന്ന വഴി ഞങ്ങൾക്ക് കാണിച്ചു തന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആലോചന തന്ന് ആപത്തുകളിൽ ഞങ്ങളെ വിടുവിച്ച് രോഗങ്ങളിൽ ഞങ്ങളെ വിടുവിച്ച് ദൈവകൃപയാൽ ഞങ്ങളെ പൊതിഞ്ഞ് ഇത്രത്തോളം അവിടുന്ന് ശത്രു ഞങ്ങളെ കാണാതെ വണ്ണം കീഴടക്കാതെ വണ്ണം നിലനിർത്തിയതിനാൽ ഇന്ന് രാവിലെ സമയം ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ അവിടുത്തെ വചനം ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദ്യമായി ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവസന്നിധിയിൽ ആത്മീയ ഗീതങ്ങളെ പാടി ഞങ്ങൾ ആത്മാവിൽ സന്തോഷിക്കുവാൻ ഞങ്ങളെ കർത്താവ് സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് ഞങ്ങളുടെ ഹൃദയത്തിലെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കുവാൻ ദൈവകൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും സ്വർഗത്തിലെ ദൈവം മാനിക്കുമാറാകണം. കടന്നു വന്നിരിക്കുന്ന അങ്ങയുടെ ജനത്തെ ദൈവം അനുഗ്രഹിക്കണം. ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങളെ അറിഞ്ഞ് അവരുടെ ഹൃദയത്തിലെ നിലവാരങ്ങളെ അറിഞ്ഞ് കർത്താവിന്റെ പകൽക്കാലം ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥന അവിടുന്ന് കൈക്കൊണ്ടതിനാൽ സ്തോത്രം. ആരാധനയെ ദൈവം അനുഗ്രഹിക്കുന്നതിനാൽ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. നമ്മുടെ ജീവനോടെ ഇത് വിശേഷിപ്പിച്ചെടുക്കാതെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമുക്ക് ജയഘോഷം പാടുവാൻ ആരാധിപ്പാൻ നമുക്കൊരു കർത്താവുണ്ട്. നമുക്ക് അതിന് ആരാധനയ്ക്ക് യോഗ്യനാണ്. ആരാധിപ്പാനായി നമ്മൾ ഇവിടെ ആയിരിക്കുന്നു. നമുക്ക് ചേർന്ന് പാടാം. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജയാളിയായ ക്രിസ്തുവിനെ ഉയർത്തുവാൻ നമുക്കൊരു സാവകാശം കൂടി നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ മിടുക്കോ നമ്മുടെ കഴിവോ ഒന്നുമല്ല. ഹല്ലേലൂയ. ദൈവകൃപയാൽ നമ്മൾ ആയിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ ഉന്നത വിളിയാൽ നമ്മെ വിളിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കാത്ത സാഹചര്യങ്ങളിൽ കർത്താവേ അവൻ നമ്മെ ഉയർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ അവനെ സ്തുതിപ്പാൻ അതരങ്ങളെ തുറന്ന് ഹല്ലേലൂയ ഹൃദയത്തെ തുറന്ന് നമുക്ക് ആരാധിക്കാം. Hallelujah. We take victory by the blood of Jesus. Hallelujah. We plead the blood of Jesus. Hallelujah. The Lord നമുക്ക് മൗനമായിരിക്കാൻ സാധ്യമല്ല. Hallelujah. അവൻ നമ്മുടെ രാജാവാണ്. അവൻ നമ്മുടെ കർത്താവാണ്. Hallelujah. അവൻ നമ്മെ വീണ്ടെടുത്തവൻ. Hallelujah. വീണ്ടെടുത്ത കർത്താവാണ്. Hallelujah. വീണ്ടും നമുക്ക് കർത്താവേ എന്ന് ആരാധിക്കാം. Hallelujah. ദൈവത്തിന്റെ നാമത്തിലാണ് നമ്മൾ
വൻ കൃപകൾ ദിനവും മോദമായി ധ്യാനിച്ചിടാം. തന്റെ വൻ കൃപകൾ ദിനവും കർത്തൻ തൻ വരവിനാളിൽ തന്റെ കാവ്യം നമ്മെ ചേർക്കും. കർത്തൻ തൻ വരവിനാളിൽ തന്റെ കാവ്യം നമ്മെ ചേർക്കും. എന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും. തന്റെ മാർവോട് ചേർത്തണയ്ക്കും. എന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും. തന്റെ മാർവോട് ചേർത്തണയ്ക്കും. ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം. തന്റെ വൻ കൃപകൾ ദിനവും മോദമായി ധ്യാനിച്ചിടാം. തന്റെ വൻ കൃപകൾ ദിനവും മോദമായി ധ്യാനിച്ചിടാം. തന്റെ വൻ കൃപകൾ ദിനവും മോദമായി ധ്യാനിച്ചിടാം. തന്റെ വൻ കൃപകൾ ദിനവും. ഹല്ലേലൂയ. ദൈവകൃപയെ ഓർത്ത് നമുക്ക് പാടിയതുപോലെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ദിനങ്ങളിലാണ് നാം ജീവിക്കുന്നത്. ലോകത്തിലെ സംഭവങ്ങൾ നാം നോക്കുമ്പോൾ, അനേക സംഭവങ്ങൾ നാം കാണുമ്പോൾ നമ്മുടെ പ്രാണപ്രിയന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊക്കെ തുടച്ചു കളയുന്ന ദിവസങ്ങൾ, ദൈവം നമ്മെ മാറോട് ചേർത്ത് അണയ്ക്കുന്ന ആ ഒരു ദിവസം, ആ മഹത്വകരമായ പ്രത്യാശയാൽ ജീവിക്കുന്ന നമുക്ക് ഇന്ന് പകൽക്കാലം ദൈവകൃപയെ ഓർത്ത് തിരുനാമത്തെ ധ്യാനിക്കാം. ഇന്നത്തെ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. ദൈവത്തിന്റെ ആത്മാവ് ഉത്സാഹിപ്പിക്കുന്നവർക്ക് ഈ സമയം ആരാധന അനുഗ്രഹത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. Hallelujah. Thank you, Jesus. Hallelujah. Thank you, Jesus. Glory, 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 glory. Hallelujah. Amen. Hallelujah. Hallelujah. ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായി
സഹായിക്കണമേ. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സഹായിക്കണമേ. ആരോഗ്യത്തോടെ കർത്താവ് പരിപാലിക്കണമേ. അവരുടെ ഭാവിയൊക്കെ ദൈവത്തിന്റെ കരങ്ങളിൽ സുസ്ഥിരമായിരിക്കാനും ആരോഗ്യവും ബലമൊക്കെ കർത്താവ് ദൈവമേ വളരെ പ്രയോജനമുള്ള വൈകലായി വളരുവാനും സഹായിക്കണമേ. സമാധാനം സന്തോഷവും പ്രത്യാശയും ആരോഗ്യത്തോടെ കർത്താവ് പരിപാലിക്കണമേ. എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് പ്രേരിക്കണമേ. വേണ്ടി ഒരുക്കി തന്ന ന്യായമേ കർത്താവേ, അങ്ങയുടെ നാമത്തിൽ അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുകയും അവർക്ക് അനുഗ്രഹങ്ങളെ നൽകി ചെയ്യുവാനാണ് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദിവസങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം കാണുവാനും അവരെ കുടുംബമായി അനുഗ്രഹിക്കണമേ. എല്ലാ പ്രവർത്തനങ്ങളിലും പ്രാർത്ഥനാവിഷയങ്ങളെല്ലാം ദൈവം അറിയുന്നല്ലോ. അവിടുന്ന് അനേക സമയത്ത് ആവശ്യമായ ദൈവത്തിന്റെ കൃപയോട് കൂടെ ഇരിക്കണമേ. മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കാര്യങ്ങളൊക്കെ കർത്താവ് അറിയുന്നല്ലോ. അവിടുന്ന് സഹായിക്കുമാറാകണമേ. അനുഗ്രഹിക്കുമാറാകണമേ. ദൈവത്തിന്റെ കരങ്ങളിലെ ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ നാമം നമുക്ക് സഭയോട് വളർത്തുമാറാകണമേ. അനേകര് കടന്നു വന്ന് ഞങ്ങളോടൊപ്പം ആരാധിപ്പാൻ എല്ലാ നമ്മൾക്കായി പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കാനും സഹായിക്കണമേ. വചനത്തിൽ നിന്ന് കേൾക്കുവാനും ഒരുക്കണമേ. പൂർണ്ണമായ ദൈവരങ്ങളിൽ താഴ്ത്തിയിരിക്കുന്നു. പ്രാർത്ഥനകൾക്കായി സ്തോത്രം മാനം എണ്ണത്തെ കുറഞ്ഞു പോകാതെ കർത്താവിന്റെ മക്കളെ അവിടെയായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ അടികളെ നീ ഒരുക്കുന്നു. ഓർത്തു അനിയോടെ സ്തോത്ര കർത്താവേ. കുടുംബമായി അടികളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കുന്നു. ഓർത്തു അനിയോടെ സ്തോത്ര കർത്താവേ. അടികൾ ബലഹീനര കർത്താവേ. ബലവാനായ ദൈവ അടികളുടെ കൂടുതൽ ഓർത്തു നന്ദിയോടെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. അടികൾ പകരണം കർത്താവേ. ആത്മികമായ അടികളെ നീ വളർത്തുമാറാകുന്നു. പ്രാർത്ഥിക്കുന്നു. നിന്റെ സാന്നിധ്യ അടികൾ അനുഭവിക്കുന്നു കർത്താവേ. നിന്റെ കൃപയടികൾ വളരുവാൻ ദൈവം സഹായിക്കണമേ. ആത്മികമായ അടികളെ നീ ഉണർത്തണമേ. പ്രാർത്ഥിക്കുന്നു. ശക്തി നല്ല അടികളെ എന്റെ ദൈവത്തിന് മഹത്വം കരയുന്നവരായി നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ നിങ്ങളെ ഓരോരുത്തരും ശരിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേലൊക്കെ അപ്പൊ ഈ ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിങ്ങൾ കുഞ്ഞുങ്ങൾ ചെയ്ത എല്ലാ സേവനങ്ങളെയും കർത്താവ് മാനിക്കുവാനാണ് പ്രാർത്ഥിക്കുന്ന പിതാവിനെ ഓർത്ത്
പ്രാർത്ഥിക്കുന്നപ്പാ. സജീവ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. അതിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നപ്പാ. ആരോഗ്യത്തെ ബലത്തോടെ ഈ രാജ്യത്ത് ജീവിച്ച് അനേകം നന്മ ചെയ്തവരായി ഈ കുടുംബത്തെ കർത്താവ് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കുന്ന ദൈവമാകിയാൽ ഈ ചർച്ചിന്റെ അവസ്ഥകളൊക്കെ അറിയുന്നല്ലോ. കടന്നു വരുവാനും എന്റെ അപ്പത്തിനെ സൂചിപ്പാനും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഫോണിന്റെ പല പ്രദേശത്ത് കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട സമയം തീരുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവെ എനിക്കിടെ എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബത്തിന്റെ ആവശ്യങ്ങളെ അറിയുന്നല്ലോ. സ്വർഗത്തിലെ നാഥനെല്ലാം കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും കർത്താവ് പൊതിയണമേ. കർത്താവെ കടന്നു വരുന്ന ആ ശനിയാഴ്ചത്തെ പ്രാർത്ഥിക്കുന്നപ്പ അനേകം കടന്നു വരുന്നുണ്ടപ്പച്ച അനേക യാത്രയെല്ലാം കൃപ പിടിക്കൽ കർത്താവെ. വിളിപ്പിച്ച് സമയത്ത് കർത്താവെ അടങ്ങി പോവാൻ തക്കടയിലേക്ക് കർത്താവെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കർത്താവെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രയാസങ്ങളൊന്നും ഉണ്ടാവാതെ അനുകൂലമാക്കി തന്നെ കർത്താവെ ആർക്കൊരു പ്രയാസം കടന്നു വരുവാൻ അനുവദിക്കാതെ വാഹനത്തെയൊക്കെ കർത്താവ് നീട്ടിരിക്കണമേ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ആരെയും വേണ്ടി യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാവണം. Hallelujah. Hallelujah. We're going to rise up in the presence of God and read Psalm 63. 63-ാമത്തെ സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. എന്നോ നിൻ സന്നിധിയിൽ ദൈവമേ, നീ എൻ്റെ ദൈവം. അധികാരത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. എൻ്റെ കിടക്കയിൽ നിന്നെ ഞാൻ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. നിന്റെ ചിറകിനിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കുന്നു. എന്നാൽ അവർ സ്വന്തം നാശത്തിനായി എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും.
ചേർത്ത് വായിക്കുമെന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കുന്നു, അവന്റെ നാമത്തിൽ സത്യം ചെയ്യുന്ന വീഴും, എങ്കിലും ഘോഷം പറയുന്നവരുടെ വായ അടഞ്ഞു പോകും. നാം വായിച്ച ദൈവവചനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവന്റെ ദയ ജീവനേക്കാൾ വലിയതാണ്. ഇന്ന് നാം ദൈവത്തിന്റെ വചനത്തിൽ പോയിടുവാൻ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ മുറുകെ പറ്റുവാൻ നമുക്ക് ദൈവടിയാക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഈ നല്ല ദിവസത്തിനായി, ഈ നല്ല ആരാധനയ്ക്കായി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ നല്ല സങ്കീർത്തന ഭാഗത്തിനായി സ്തോത്രം. കർത്താവേ, തുടർന്നും ദൈവത്തിന്റെ വചനത്തിൽ കൂടി നീ ഞങ്ങളോട് ഇടപെടണമേ. തിരുസന്നിധി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും, ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിലെ ആഗ്രഹങ്ങളെയും താല്പര്യങ്ങളെയും മാനിച്ച് ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്നതിനാൽ ഈ ആരാധന തുടർന്നും അനുഗ്രഹിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. Praise the Lord. Please be seated in the presence of God. And I am very grateful for all of you that we all are in the presence of God. It is one of the greatest privilege. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാവുന്നതിന്റെ ഏറ്റവും വലിയ ഒരു പ്രിവിലേജ് ആണ് ദൈവസന്നിധിയിൽ കടന്നു വരുന്നത്. ഞാൻ രാവിലെ 27ാമത്തെ സങ്കീർത്തനത്തിൽ വാക്യം ഓർപ്പിച്ചു, യഹോവയുടെ മനോഹരത്വം കാണുവാൻ അതിനുവേണ്ടി ദൈവം നമ്മെ ഒരുക്കി ഇന്ന് ആരാധനയ്ക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഐ എം വെരി ഹാപ്പി, നമ്മുടെ സാലി ആൻറ്റി ആൻഡ് ഫാമിലി ഈസ് വിത്ത് us today and I am very excited to see them. എന്നെ വളരെ സന്തോഷമുണ്ട്, നിങ്ങൾ കടന്നു വന്നത് വളരെ സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. Brother Jeffen is here, Benjamin brother is here. We thank you and we encourage you to make this habit more often. Not just more often, we're close by, we're next door to you. We encourage you to come and be part of this blessed church and this new church. May God bless you today. ഇന്നത്തെ ആരാധനയിൽ ദൈവം നമ്മൾ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിൽ നമുക്ക് ഒരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു, അതെന്റെ ബർത്ത്ഡേ ആണ്. എല്ലാവരും എനിക്ക് ഗ്രീറ്റിംഗ്സ് ഒക്കെ അയച്ചു. ഐ റിയലി അപ്രീഷിയേറ്റ്. ചിലരൊക്കെ ഫേസ്ബുക്കിൽ കൂടെ എനിക്ക് ഗ്രീറ്റിംഗ്സ് അയച്ചു. ഐ താങ്ക് യു ഫോർ ദാറ്റ്. ഈ വർഷം ദൈവം എന്നെയും അനുഗ്രഹിക്കാൻ ഞാൻ എന്നെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. നമുക്ക് ഓഫറിംഗ് കഴിഞ്ഞുള്ള പ്രാർത്ഥന ചെയ്യുന്നത് വിൽസൺ ബ്രദറാണ്. ആ സമയത്ത് എന്നെ കൂടെ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഓർക്കണം. ആവശ്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വേളകളിൽ ഈ വിഷയത്തെ കൂടെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് നമുക്ക് തുടർന്നുള്ള ആരാധന നമ്മൾ മുൻപോട്ട് നീങ്ങുകയാണ്. അടുത്തതായിട്ട് നമുക്ക് സ്തോത്രകാഴ്ച എടുക്കുന്നു. ആ സമയത്ത് പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെ വീണെടുത്തവനെ പ്രാണപ്രിയ തന്റെ ചങ്കിലെ ചോരയാ എന്നെയും വീണെടുത്തു. കൃപയേ കൃപയേ വർണ്ണിപ്പാന സാധ്യമേയത്. കൃപയേ
ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ അറിയുമ്പോൾ വന്ന സമയം മുതൽ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് ദൈവം നമ്മെ മറച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം പാടിയതുപോലെ അവന്റെ കൃപയാണ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനപ്രകാരം നമ്മൾ പറയുന്നല്ലോ, ഹല്ലേലൂയ, ദൈവം നമ്മളെ നടത്തിയ വിധങ്ങൾ വഴികൾ എത്രയോ ഗോചരമാണ്. കവിന് പോലും വിശ്വസിക്കുവാൻ കഴിയാത്ത വിധത്തില് നമ്മെ നടത്തിയ ദൈവത്തിന്റെ കൃപകൾക്കായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാമല്ലോ. എന്റെ ദൈവമേ, ഹല്ലേലൂയ, നീ എത്ര നല്ലവൻ. ഞങ്ങൾ കൂരിൽ നിന്ന് താഴ്ന്നു കൂടി കടന്നു പോകുമ്പോഴും ഞങ്ങൾക്ക് കർത്താവെ ഭയപ്പെടുവാനില്ല. ഞങ്ങളുടെ ദൈവം, ഞങ്ങളുടെ പരിപാലകൻ നീ മാത്രമാണ്. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങളുടെ ഉള്ളിൽ ചോദിച്ചത് മാത്രമല്ലോ നീ ഞങ്ങൾക്ക് തന്നത്, നിനക്കാത്തതുപോലും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന ഞങ്ങളെ നടത്തുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. ഈ രാവിലെ സമയം കർത്താവേ, ഞങ്ങൾക്ക് നിരസനയിൽ കടന്നു വരുവാൻ, നിന്നെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ ഒരുക്കിയ ഭാഗ്യത്തിനായി നന്ദി കർത്താവേ. കടന്നു വന്ന എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഗസ്റ്റായി ഞങ്ങളുടെ മധ്യത്തിലൂടെ ഞങ്ങൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അപ്പാ, പ്രിയമാതാവിനെ കരങ്ങളിൽ തരികയാണ്. എന്റെ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, ഇപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് വിഷയത്തിന്റെ മേലും ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാണല്ലോ. ദൈവങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ ഇന്ന് ഞങ്ങളോടുള്ള ഒരുമിച്ചുള്ള ആരാധന അവരുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. ഈ കുടുംബത്തിൽ എന്റെ കുഞ്ഞുങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രിയ സജീവ കടന്നുപോയ വഴികളിൽ വിശ്വസിക്കുന്നു. കുഞ്ഞുങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവമേ, ഇരട്ടി 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 പ്രതിഫലം കൊടുത്തു മക്കളെ നീ പാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവം മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ലല്ലോ. അവരുടെ ഏത് ആവശ്യങ്ങളുടെ മേലും ദൈവം പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വസിക്കുന്നു വരും മാസങ്ങളില് ദൈവം ഹല്ലേലൂയ അത്ഭുതവും അഗോചരമായ ചില വഴികൾ എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറക്കുന്നതിനായി നിന്നെ സ്തുതിക്കുകയാണ്. അപ്പാ, ഇത്രമാത്രം ഞങ്ങളെ കൊണ്ടുവരുവാൻ ഞങ്ങൾ ഏതുമില്ലെന്ന് പറയത്തക്കതുപോലെ ചില അനുഭവത്തിൽ കൂടി എന്റെ കുഞ്ഞുങ്ങളെ കർത്താവേ നീ അവിടെ നടത്തുമാറാകണമേ. അതിനായി ഞങ്ങൾ സഭയെ ഒരുമിച്ച് എന്റെ മക്കളെ ഓർത്ത് ദൈവദാസന്റെ കാര്യങ്ങൾ തരികയാണ് കർത്താവേ. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ കൂടിയൊക്കെ ഈ കർത്താവിന്റെ കരം ഞങ്ങൾ കണ്ടു. അതിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവമേ വീണ്ടും നിങ്ങൾ കടപ്പെട്ടവരാണ്. ദൈവമേ നിന്റെ വേലയ്ക്ക് വേണ്ടി ഈ ഫോണിലുള്ള സിറ്റിയില് ഇങ്ങനെ ഒരു സഭയെ ആരംഭിപ്പാൻ നിന്റെ മക്കൾക്ക് കൊടുത്ത വലിയ താല്പര്യത്തിനായി ആ ഡെഡിക്കേഷനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ് കർത്താവേ. ദൈവമേ മാനിക്കണമേ. എന്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്, രാത്രിയുടെ യാമങ്ങളില് എഴുന്നേറ്റിരുന്ന് കരയുന്ന വിഷയങ്ങളുണ്ട്. അതിന്റെ ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാണല്ലോ. അസാധ്യമെന്നൊന്ന് എന്റെ കർത്താവിന്റെ നിഘണ്ടുവിലില്ല. അപ്പാ, ഈ പൽക്കാലം എന്റെ മക്കളെ നിങ്ങൾ സഭയായി വധിച്ചു പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ആമേൻ, ഹല്ലേലൂയ. ഒരു വർഷം കൂടെ കർത്താവ് ദാനമായി കൊടുത്തല്ലോ. ആമേൻ, ആരോഗ്യവും ബലവും കൊടുത്ത് എന്റെ മകനെ നടത്തിക്കൊണ്ടുമാറാകണമെന്ന് ഞങ്ങളുടെ സഭയിൽ കടന്നു വന്ന് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആരാധിച്ച് എല്ലാ കുടുംബങ്ങളെ ഓർക്കുന്നു. ഹല്ലേലൂയ. പ്രത്യേകിച്ച് കർത്താവേ, ഹല്ലേലൂയ, സാറ്റർഡേ നടക്കുന്ന മീറ്റിംഗിനെ ഏറ്റവും അനുഗ്രഹപ്രദമായി തീർക്കണം. ഈ സിറ്റിയിൽ അനേകം മീറ്റിംഗുകൾ നടക്കുന്നുണ്ട്. അതൊരു പ്രോഗ്രാമായി തീരല്ലേ കർത്താവേ. ദൈവ സാന്നിധ്യം ഇറങ്ങണം. ഹല്ലേലൂയ. ഞങ്ങളത് കാണണം കർത്താവേ. അല്ലയോ, സാധാരണ മീറ്റിംഗ് പോലെ അവസാനിക്കാതെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങുന്ന ഒരു മീറ്റിംഗ്, ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഞങ്ങളെ നിറയ്ക്കുന്ന ഒരു മീറ്റിംഗ്, ഓരോ ശുശ്രൂഷകളിലും കർത്താവേ നിന്റെ സാന്നിധ്യം വെളിപ്പെടുമാറാകണമെന്ന് കഴിയാത്ത രോഗത്തിൽ കൂടി കടന്നു പലരും പട്ടണത്തിലുള്ള അവരെ നിന്റെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജോലി കാര്യങ്ങളിൽ പലവിധമായ വിഷയങ്ങളിൽ പാരപ്പെടുന്നുണ്ട്. അവരെ നിന്റെ കർത്താവേ നിന്റെ കരങ്ങളിൽ നിങ്ങൾ പരമേൽപ്പിക്കുന്നു. ഈ ബോഡി സിറ്റിയെ ഞങ്ങൾ ഓർക്കുകയാണ്. ഈ സഭ ഈ ബോഡി സിറ്റിക്ക് അനുഗ്രഹമായി തീരുന്ന കർത്താവേ, അവർ ദിവസങ്ങളില് അനേക ഈ സഭയിൽ കടന്നു നിന്നെ ആരാധിപ്പാൻ നിന്നെ സ്തുതിപ്പാൻ ഇടയാകണമേ. കാലം നിന്റെ അതിഥിയിലേക്ക് നീങ്ങുകയാണ്. ആരെ വിഴുങ്ങിടുന്നത് ഭാവത്തില് ആമേൻ. കാലം ശത്രുവിന്റെ കണ്ണ് ഈ ഭൂമിയിലൊക്കെയും കൂടാടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ വചനം പറയുന്നു, തന്നിൽ ഏകാഗ്രചിത്തരായിരിക്കുന്നു
ജനങ്ങൾക്ക് വേണ്ടി നാൽപ്പത് കാണിക്കുവാൻ എന്റെ കർത്താവിന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്ക് തുറന്ന കണ്ണ് ഈ ഭൂമിയിൽ കൂടെ അറിയുകയാണ്. ദൈവത്തിന് മതവും മാനവും ഒരുമിച്ച് അനുഗ്രഹിക്കണം. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും ദൈവനാമത്തിന്റെ മഹത്വത്തിനായി മാത്രം തീരുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണം. കർത്താവിന്റെ വേലയെ മാനിച്ച് നൽകപ്പെട്ടിരിക്കുന്ന സ്തോത്ര വഴിപാടിനായി സ്തോത്രം. ദൈവത്തിന്റെ കാര്യങ്ങൾ നീട്ടി എല്ലാവരുടെ മക്കളെയും അമർത്തിക്കുലുക്കി കവിയുന്ന അളവിനെ കൊടുത്ത് അവർക്ക് സ്വർഗത്തിലേക്ക് കിളിവാതിലിനെ തുറന്ന് അവിടുന്ന് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ കുടുംബങ്ങളെയും ഒരു പ്രാവശ്യം സമർപ്പിക്കുന്നു. അടുത്ത മാസം കർത്താവെ യാത്രയിലാവുന്ന കർത്താവെ ജോൺ തോമസ് പാസ്റ്ററേയും കുടുംബമായി ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ കടന്നു ഒരുമിച്ച് ഞങ്ങൾക്ക് ആരാധിപ്പാൻ കർത്താവ് വരും ദിവസങ്ങളിൽ കൃപ ചെയ്യുമാറാകണം. പ്രാർത്ഥനകൾ വ്യാജങ്ങളുടെ സ്തോത്രം യേശു ക്രിസ്തു പോലെ ചോദിക്കുമ്പോൾ കേൾക്കണമേ ഞങ്ങൾ സുഖിതാവേ. Amen. Praise God. Praise God. Praise God. Thank you for that prayer. Thank you for the song, the opening song. Thank you for the worship song. The Lord blessed us with all those singing, and now we are just going to be blessed by the hearing of the word of God. Amen. ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിൽ കൂടെ ഇന്ന് നമ്മൾ അനുഗ്രഹം പ്രാപിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്തെങ്കിലും ഒന്ന് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇന്നത്തെ വേദഭാഗം വായിക്കാം. Galatians chapter 5 verses 22 to 26. But the fruit of the Spirit is love, joy, peace, patience, kindness, goodness, faithfulness, gentleness, self-control. Against such there is no law. And those who belong to Jesus Christ have crucified the flesh with its passion and desires. If we live by the Spirit, let us also keep in step with the Spirit. Let us not become conceited, provoking one another, envying one another. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഈ വകയ്ക്ക് വിരോധമായ ഒരു ന്യായ പ്രമാണവുമില്ല. യേശുക്രിസ്തുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശീകരിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃദ്ധാഭിമാനികൾ ആകരുത്. So ഈ വേദഭാഗത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് I wanted to say a few things in the way of introduction. ഞാൻ ഈ മെസ്സേജ് തയ്യാറാക്കിയപ്പോൾ ഇത് ഇംഗ്ലീഷിൽ പ്രസംഗിക്കാനാണ് തയ്യാറാക്കിയത്. That is how I prepared my message, that I preach in English today. എന്നാൽ ഇന്ന് ഞാൻ 3:30 ആയപ്പോൾ എഴുന്നേറ്റ് എനിക്ക് somehow എൻ്റെ മനസ്സിൽ I thought I need to preach this also in some Malayalam. So I went back to my office. I sat there. അവിടെ ഇരുന്ന് ഞാൻ ഇതെല്ലാം ഒന്നുകൂടെ നോക്കി ഇത് മലയാളത്തിൽ പ്രസംഗിക്കാൻ ഉള്ള ഒരു തയ്യാറെടുപ്പോടു കൂടിയാണ് ഞാൻ ഇന്ന് വന്നത്. ഇന്ന് ശാലിയാണ്ടി വന്നപ്പോൾ I know that we have to preach in Malayalam. ഇല്ലേ? അപ്പോൾ മലയാളത്തിൽ പ്രസംഗിക്കുന്ന ഒരു ആവശ്യകത ഉണ്ട്. നമ്മൾ നേരത്തെ ആരും അറിഞ്ഞില്ല ശാലിയാണ്ടി വരുന്ന കാര്യം. പക്ഷേ the Holy Spirit knew and he woke me up in the morning. ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച സമയത്ത് പ്രാർത്ഥിച്ച കർത്താവേ, ഞങ്ങൾ അറിയാത്ത വ്യക്തികളെ കൊണ്ട്, അറിയുന്ന വ്യക്തികളാണ് എങ്കിലും അറിയാത്ത സമയത്ത് ദൈവം കൂട്ടിക്കൊണ്ട് വന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വേദഭാഗം നമ്മൾ വായിച്ച വേദഭാഗം വളരെ പരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. ഞാൻ ഈ വേദഭാഗത്ത് ഇന്ന് ഫോക്കസ് ചെയ്യത്തില്ല. അടുത്ത 1-2 ആഴ്ച ഞാൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങളെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. അടുത്ത ആഴ്ച we have a guest speaker, so I will be the following week we will speak whenever I do this. ഞാൻ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് a spirit filled life, ആത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതം. അതെന്താ? നമ്മൾ ഈ ഫിലോസഫേഴ്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ്? നമ്മൾ അങ്ങനെ ഉള്ള
ചോദ്യങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫിലോസഫേഴ്സ്, തിയോളജിയൻസ് അവരൊക്കെ ഉയർത്തുന്ന ഒരു വലിയ ചോദ്യമാണ്, എന്താണ് ഈ ജീവിതം? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ്? ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? ഇന്ന് ഞാൻ ഈ വിഷയം സംസാരിക്കുമ്പോൾ രണ്ട് ചോദ്യങ്ങൾ തമ്മിൽ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ചോദ്യങ്ങളോട് കൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ലിവ്? നമ്മൾ ജീവിക്കുക എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ലിവ് എ സ്പിരിറ്റ് ഫിൽഡ് ലൈഫ്? ഒരു ആത്മപൂർണമായ, ആത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്താണ്? ജീവിക്കുക എന്ന ജീവിതത്തെ കുറിച്ചുള്ള അർത്ഥം ആ ഡിബേറ്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ജീവിതത്തിന്റെ അർത്ഥം അന്വേഷിക്കുന്നവര് ഇന്നും അർത്ഥം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവവചനത്തിൽ കടന്നു വന്നവര് അതിന്റെ മീനിങ് ഒക്കെ കണ്ടുപിടിച്ച് അവർ ആ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ള ആ ഒരു സംവിധാനമല്ല ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ ചില വ്യക്തികളെ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ജീവിതം കഴിച്ചു കൂട്ടുക, ഒരു ദിവസം മുമ്പോട്ട് നീക്കുക, അങ്ങനെയുള്ള ഒരു ജീവിതത്തെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ലക്ഷ്യബോധമുള്ള ഒരു ജീവിതം, ശക്തിയുള്ള ഒരു ജീവിതം, സമാധാനമുള്ള ഒരു ജീവിതം, ഇത് ആഗ്രഹിക്കാത്തവരാരും കാണത്തില്ല, ഇല്ലേ? ലക്ഷ്യബോധം ഉള്ള ഒരു ജീവിതം, ശക്തിയുള്ള ഒരു ജീവിതം, അതുപോലെ തന്നെ സമാധാനമുള്ള ഒരു ജീവിതം. ദൈവമക്കൾക്ക് സമാധാനം ഉണ്ട്. സമാധാനം ഇല്ലാത്തവരാരും ഇവിടെ ഉണ്ട് എന്നൊന്നും വിചാരിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു പരിഹാരം കൂടെ കണ്ടെത്തുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ സഭകളിൽ കടന്നു വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആത്മീയ ആരാധനയിൽ കൂടിയാണ്, ദൈവവചനത്തിൽ കൂടിയാണ് നമ്മുടെ ഹൃദയത്തിന്റെ വ്യഥകൾ, നമ്മുടെ വ്യാകുലങ്ങൾ, നമ്മുടെ നിരാശകൾ ഒക്കെ മാറി നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം വന്ന് നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ ജീവിതം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ലക്ഷ്യബോധം ഉണ്ടാകും, നമുക്ക് ഒരു ശക്തി ഉണ്ടാകും. ഈ ശക്തി എന്ന് പറയുന്നത് ലോകത്തിന്റെ ശക്തിയല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തി. അതുപോലെ തന്നെ ഈ പരിശുദ്ധാത്മാവിന്റെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നത് കൊണ്ട്, ഇതൊക്കെ വ്യക്തമായിട്ട് we will talk more about it. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട്, നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തി നമുക്ക് സമാധാനം നൽകുന്നതാണ്, നമുക്ക് പ്രത്യാശ നൽകുന്നതാണ്. അപ്പൊ ആ ഒരു ജീവിതമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് മീൻ ടു ലിവ് എ സ്പിരിറ്റ് ഫിൽഡ് ലൈഫ്? ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആത്മനിറവിൽ നാം ജീവിക്കുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ജീവിക്കുന്നവരല്ല, നമ്മൾ എവിടെയെങ്കിലും പോയി കിടക്കുന്നവരല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്ത് സമയം വേസ്റ്റ് ചെയ്യുന്നവരല്ല. നമുക്ക് എല്ലാത്തിനും ഒരു ലക്ഷ്യമുണ്ട്, നമുക്ക് ഒരു പ്രത്യാശയുണ്ട്, നമുക്ക് പോകാൻ ഒരു ഇടമുണ്ട്, നമ്മൾ ക്രൂശിനെ നോക്കി യാത്ര ചെയ്യുന്നവരാണ്. ആ ലക്ഷ്യബോധം നമുക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവിതത്തെ കുറിച്ചാണ് ഞാൻ ഇന്നും അടുത്ത ചില ദിവസങ്ങളിലും സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ വന്നു കഴിയുമ്പോൾ വളരെ വളരെ വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തെ കുറിച്ച്, ആത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതം എന്ന വിഷയത്തെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് ഈ വിഷയത്തെ സംബന്ധിച്ച് ചില തെറ്റിദ്ധാരണകളും നിലവിലുണ്ട് എന്ന് വളരെ വ്യസനത്തോടെ എനിക്ക് പറയേണ്ടുന്ന ഒരു ആവശ്യം കൂടിയുണ്ട്. പരിശുദ്ധാത്മാവ് എന്ന ഉപദേശം, പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച ഉപദേശം ഏറ്റവും മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്, തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ്. വിവിധ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉള്ള ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച്. അതുപോലെ ഏറ്റവും കൂടുതൽ അബ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടെയാണ്. അത് പറയാതിരിക്കാൻ സാധിക്കത്തില്ല, കാരണം അത് പറഞ്ഞില്ലെങ്കിൽ I am going to speak something and it will be misunderstood. പരിശുദ്ധാത്മാവിനെ മിസ്യൂസ് ചെയ്ത് പരിശുദ്ധാത്മാവിനെ ഒരു വ്യാപാര സാധനമാക്കി മാറ്റി പണസമ്പാദനത്തിന് വേണ്ടി
അനേകർ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ ശോചനീയമായ, വ്യസനകരമായ, ദുഃഖകരമായ ഒരു കാര്യമാണ്. അത് പറയാതിരിക്കുന്നത് ആണ് എനിക്കിഷ്ടം, പക്ഷെ അത് പറയാതിരുന്നാൽ ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. ചില നമ്മളെല്ലാവരും യൂട്യൂബ് കാണുന്നവരാണ്. ഇത് ഞാൻ പറയുന്ന കാര്യമൊന്നും ആർക്കും പൊതുവെയുള്ള കാര്യമല്ല. യൂട്യൂബ് എടുത്ത് നോക്കിയാൽ ചിലർ എഴുന്നേറ്റ് നിന്ന് ഞാൻ നിങ്ങളുടെ ലിവിംഗ് റൂമിൽ നിൽക്കുന്നു, അവിടെ ഒരു കസേര കാണുന്നു, അവിടെ ഒരു അലമാര ഇവിടെ ഇരിക്കുന്നു, നിങ്ങളുടെ മുറ്റത്ത് ഒരു പ്ലാവ് നിൽക്കുന്നു. ഇതൊന്നും പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനമായിട്ട് ഞാൻ കാണുന്നില്ല. ഇതൊക്കെ പരിശുദ്ധാത്മാവിന്റെ ഒരു അബ്യൂസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ദൈവകൃപയുടെ ഒരു അബ്യൂസ്. അതിനെ തെറ്റായ നിലയിൽ വ്യാഖ്യാനിച്ച്, തെറ്റായ നിലയിൽ ഉപയോഗിച്ച്, അവരുടെ സ്വന്തം ലാഭത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ച് ആ ഒരു കാര്യത്തെ കുറിച്ചല്ല എന്റെ പ്രസംഗം. എന്റെ പ്രസംഗം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ജെന്യുവിൻ ആയിട്ടുള്ള, യഥാർത്ഥമായിട്ടുള്ള പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ നാം പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്തെല്ലാമാണ്. ഞാനിതെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. 2-3 ആഴ്ച പരിശുദ്ധാത്മാവിന്റെ പല അവസ്ഥകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. ദൈവം പരിശുദ്ധാത്മാവ് എല്ലാവരും പ്രാപിക്കണമെന്നാണ് ആഗ്രഹിക്കും. ഇവിടെ ഇരിക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടുള്ളവരാണ്. എന്നാൽ ചിലർ വിചാരിക്കും പരിശുദ്ധാത്മാവ് എന്നുള്ളത് പാസ്റ്റർമാര് പ്രാപിക്കുക, മിഷണറിമാര് പ്രാപിക്കുക, അല്ലെങ്കിൽ ചില സഭകളിൽ ചില വ്യക്തികളുണ്ട്, അവരൊന്ന് സൂപ്പർ സ്പിരിച്വൽ ആയിട്ട് അഭിനയിക്കുകയോ ആക്ട് ചെയ്യുന്ന അങ്ങനെയുള്ളവരുമുണ്ട്. നമ്മൾ അവരെ കുറ്റം പറയുന്നില്ല, ദാറ്റ്സ് ഗുഡ്. ബട്ട് അവരുടെ ദൃഷ്ടിയിൽ മറ്റുള്ളവരാരും കൊള്ളാവുന്നവരായിട്ട് അവർക്ക് തോന്നാറില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ ഞാൻ ഒരു സൂപ്പർ സ്പിരിച്വൽ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. അപ്പൊ ചിലർ വിചാരിക്കും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ വേണ്ടുന്നത് പാസ്റ്റർമാർക്കും മിഷണറിമാർക്കും അല്ലെങ്കിൽ ദൈവത്തിന്റെ വേലയിൽ ഏർപ്പെട്ടിരിക്കും, അവർക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്, അവർക്ക് മാത്രമേ ആവശ്യമുള്ളൂ എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷേങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മെ അറിയിക്കുന്നത് അത് അങ്ങനെയല്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടുന്നത് എല്ലാ വിശ്വാസികളുടെയും ആവശ്യമാണ്. എല്ലാ വിശ്വാസികളും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ജീവിതം ചെയ്യുന്നവർ ആയിരിക്കണം. അതാണ് ദൈവത്തിന്റെ ഗീതം. അപ്പോൾ യേശു ക്രിസ്തു ശിഷ്യന്മാരോട്, യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയക്കും, പരിശുദ്ധാത്മാവിനെ വാഗ്ദത്തം ചെയ്ത ആ ഒരു കോൺവെർസേഷൻ, ആ ഒരു വാഗ്ദാനം, പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കുന്നത് ഒരു നിമിഷ നേരത്തേക്കുള്ള ഒരു അനുഭവമായിട്ടല്ല. ഒരു നിമിഷ നേരത്തേക്ക് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു അങ്ങനെയുള്ള ഒരു അനുഭവത്തെ കുറിച്ചല്ല യേശു ക്രിസ്തു അവിടെ ശിഷ്യന്മാരോട് യോഹന്നാന്റെ സുവിശേഷത്തിൽ സംസാരിക്കുന്നത്. മറിച്ച് യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തപ്പോൾ സംസാരിച്ചതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളുടെ സൈഡിൽ വന്ന് നിന്നേച്ചോ, നിങ്ങൾ വന്ന് നമ്മോട് സംസാരിച്ച് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്, വരുവാനുള്ളതിനെ കുറിച്ച്, അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ പിശകുകളെ കാണിച്ചു തരുന്ന ഒരു ആളായിട്ടാണ്. അപ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മള് പരീക്ഷ ജയിക്കുമോ അല്ലെങ്കിൽ ജോലി കിട്ടുമോ എന്ന് പറയുന്ന ഒരാളായിട്ടാണ്. മിസ്ഇന്റർപ്രിട്ടേഷൻ ആൻഡ് അബ്യൂസ് അത് പറയത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു മിനിസ്ട്രി അല്ല ഞാൻ ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവിന്റെ മിനിസ്ട്രി ആയിട്ട് കാണുന്നത്. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ബോധ്യപ്പെടുത്തുന്ന ഒരു മിനിസ്ട്രി. ഞാൻ ഓർക്കുന്നത് പോലെ തന്നെ നിങ്ങളും എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ ഉണർവിന്റെ സമയങ്ങളിൽ ചില പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ച് വളരെ അത്ഭുതകരമായിട്ടുള്ള മിനിസ്ട്രികൾ അവരിൽ കൂടി ദൈവം ചെയ്ത പല പ്രവാചകന്മാരുണ്ട്. അന്ന് ഒരു പ്രവാചകന്റെ ഒക്കെ അടുത്ത് ചെന്നാൽ ചെല്ലുന്നവര് അവരുടെ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തിയില്ലെങ്കിലും അവരുടെ ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്ത് അതിന്റെ പോരായ്മകളെ ഒക്കെ
പോയിന്റ് ഔട്ട് ചെയ്ത് അവരവിടെ വിടുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിയുന്ന ഒരു മിനിസ്ട്രി ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം പോലെയാണ്, ആ കാലഘട്ടത്തിൽ നടന്നതുപോലെയുള്ള ഒരു മിനിസ്ട്രിയാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ കൂടി ചെയ്യുന്ന മിനിസ്ട്രി. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ കടന്നു വരുന്നു. ഗുരുതലേഖനം വായിക്കുന്നു, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നില്ലയോ എന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുന്നു. എന്തിനാണ് ഈ ശക്തി എന്നൊക്കെ നമുക്ക് പിന്നാലെ മനസ്സിലാക്കാം, നമുക്കിത് അറിയാവുന്നതാണ്. നമ്മളെ ശക്തിപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തും. നമ്മളിന്ന് വായിച്ച വേദഭാഗത്തിൽ നാം കാണുന്നത് അതാണ്, സ്വഭാവ രൂപീകരണം, സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ. സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരുമ്പോൾ ഫലത്തിലും വ്യത്യാസങ്ങൾ വരും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിച്ച്, പരിശുദ്ധാത്മാവ് നമ്മെ പല ഉപദേശങ്ങൾ തന്ന്, നമ്മെ നമ്മുടെ ജീവിതത്തിലെ പോരായ്മകളെ ബോധ്യപ്പെടുത്തി, നമുക്ക് ചില കൺവിക്ഷനുകൾ നമ്മുടെ ഹൃദയത്തിൽ തന്ന് നമ്മെ സത്യത്തിലും നീതിയിലും വഴി നടത്തി കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മെ ഒരുക്കുന്ന ആ ഒരു ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ആയിരിക്കേണ്ടുന്ന ഒരവസ്ഥയുണ്ട്. വളരെ പച്ച പിടിച്ച് പോഷിച്ച് ആത്മീയമായി ആത്മീയ ആരോഗ്യം ഒരു നല്ല വിഷയമാണ്. നമുക്ക് ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് അറിയാം. ഞാൻ ഈ സർജറിക്ക് പോയപ്പോൾ അവര് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ എന്നെ കൊണ്ടൊന്ന് കണക്ട് ചെയ്ത് they began to see everything, how I am functioning. അപ്പൊ അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ഒരു ഹെൽത്തും നമുക്ക് എടുക്കാൻ കഴിയും. നമ്മൾ ഒരു സ്പിരിച്വൽ മെഷീൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ it will show you how your heart is beating, what is the pulse rate, and all those things will come up. ഒരു ആത്മീയമായിട്ട് ആരോഗ്യമായിരിക്കുന്ന വ്യക്തിക്കും ചില റീഡിങ്സ് ഉണ്ട്. ആ റീഡിങ്സ് it becomes evident through our worship, through our conversation, through our behavior. അതിൽ കൂടെയൊക്കെ അത് വ്യത്യസ്തപ്പെടും. അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം വളരെ ആത്മീയരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ഇനിയും എന്നെ ആരെങ്കിലും ഈ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ വരൾച്ച അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അങ്ങനെ അനുഭവപ്പെടുന്നവരും ഈ ലോകത്തിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആത്മീയമായ വരൾച്ച നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, നാം ആത്മീയമായി ക്ഷീണിച്ച അവസ്ഥയിൽ ആയിരിക്കുന്നുവെങ്കിൽ, നാം ആത്മീയമായി വഴിതെറ്റിയിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. ഇന്ന് ഞാൻ രാവിലെ ഇവിടെ വന്നപ്പോൾ വിൽസനുമായിട്ടൊരു സംസാരത്തിൽ കൂടി വിശ്വാസത്തിൽ നിന്നും വഴിതെറ്റിപ്പോയ ആളുകൾ തിരിച്ചു വരുന്ന കാര്യത്തെ കുറിച്ച് സംസാരിച്ചു. ദിസ് വാസ് ഓൾറെഡി ഇൻ മൈ മെസ്സേജ്, വഴിതെറ്റിപ്പോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച്. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിന്നും നാം വഴുതി പോയിട്ടുണ്ടെങ്കിൽ, അതല്ല നമ്മൾ ദൈവത്തോടു കൂടെ വളരെ അടുത്ത് ജീവിക്കുന്നവരാണ്, പക്ഷേ ഈ അനുഭവം എനിക്ക് പോരാ, എനിക്ക് അല്പം കൂടി ഒരു ആഴമായ ക്രിസ്തീയ അനുഭവം വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ വരൾച്ചകളെ മാറ്റുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ ക്ഷീണങ്ങളെ മാറ്റുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ ശക്തിയില്ലായ്മയെ മാറ്റുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ അനുഭവം പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു വലിയ ഒരു ആത്മീയമായ അനുഭവത്തിലേക്ക് നമ്മെ നടത്തുന്നത് ഈ ആത്മാവിൽ നിറഞ്ഞ ജീവിത അനുഭവമാണ്. നമ്മളെ ഒരു പാട്ടുണ്ട്, പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്തപ്പോൾ എന്നുള്ള പാട്ട്. അരയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീങ്ങിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത അനുഭവം. അപ്പൊ ഈ അനുഭവങ്ങളാണ് ദൈവ മക്കൾക്ക് ദൈവം വെച്ചിരിക്കുന്നത്. ഈ അനുഭവങ്ങളാണ് ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കാത്തവരാരും ഇല്ല. വാസ്തവത്തിൽ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ നോക്കിയാൽ, ഇനിയും ഔട്ട്സൈഡ് ദ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നോക്കിയാൽ പോലും ക്രിസ്ത്യാനികൾക്ക് 3 ദൈവം ഉണ്ടെന്ന് പറയുന്നവരുണ്ട്. നമുക്കൊരു ദൈവമേ ഉള്ളൂ. പക്ഷെങ്കിൽ
ഔട്ട്സൈഡ് ദ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പറയും നിങ്ങൾക്ക് 3 ദൈവമുണ്ട്, പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അതിനെക്കുറിച്ച് ബോധമില്ലാത്തവരാരും തന്നെ കാണത്തില്ല. പക്ഷേ അവർ മനസ്സിലാക്കേണ്ടുന്നത് പോലെ അല്ല മനസ്സിലാക്കിയത് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കാത്തവരായിട്ട് ആരും ഇല്ല, ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയും ഈ പരിശുദ്ധാത്മാവിനെ അബ്യൂസ് ചെയ്യുന്നവർ പോലും, അതിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നവർ പോലും പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് വിശ്വസിക്കുക മാത്രമല്ല, അത് മാത്രമല്ല ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ, പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുവാൻ, നമ്മെ പരിശുദ്ധാത്മാവ് നയിക്കുവാൻ, നമ്മെ പരിശുദ്ധാത്മാവിനാൽ നാം നിറയപ്പെടുവാൻ, പരിശുദ്ധാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് നാം നിറയപ്പെട്ട് പരിശുദ്ധാത്മാവിന് നമ്മെ രൂപാന്തരപ്പെടുത്തി അങ്ങനെയുള്ള ഒരു ജീവിതം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ സഭയിൽ അതിഥിയായി വന്ന ഇവാഞ്ചലിസ്റ്റ് മോഹൻ ബ്രദർ വളരെ അർത്ഥവത്തായ, വളരെ പ്രായോഗികമായ ഒരു മെസ്സേജ് നമ്മോട് സംസാരിച്ചു. 1 തെസ്സലോനിക്കർ 2:11-12 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മെ ഓർപ്പിച്ചത് നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പീൻ. അപ്പൊ ആ പ്രസംഗം കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ എനിക്കറിയാമായിരുന്നു ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന വിഷയം എന്താണ്. അപ്പൊ അതിനോട് ചേർന്ന ഒരു വിഷയമാണ് അദ്ദേഹം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മോട് സംസാരിച്ചത്. അപ്പോൾ ദൈവത്തിന് യോഗ്യമായിട്ട് നമ്മൾ നടക്കണമെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും നമുക്ക് സ്വയമായിട്ട് അത് സാധിക്കുമോ എന്നെനിക്കറിയത്തില്ല. സ്വയമായിട്ട് നമുക്ക് ദൈവത്തിന് യോഗ്യമായിട്ടുള്ള നിലയിൽ കൂടി ജീവിക്കാൻ കഴിയുമോ? ഒരു പക്ഷേ കഴിയുമായിരിക്കും, പക്ഷേ എനിക്ക് സംശയമാണ്. ദൈവത്തിന് യോഗ്യമായിട്ട് നാം ജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മളിൽ ഉണ്ടാകണം. ദൈവത്തിന് എന്താണ് യോഗ്യം, എന്താണ് അയോഗ്യം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് തന്നെ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ദൈവത്തിന് യോഗ്യമായിട്ടുള്ള നിലയിൽ ജീവിക്കുവാൻ നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കേണ്ടുന്ന ആവശ്യം ഉണ്ട്. പരിശുദ്ധാത്മാവ് I'm going to talk about what it means. ഞാൻ ഇന്ന് ആദ്യം ഉയർത്തിയ ചോദ്യം I will answer it. What it means to live a life filled with the Holy Spirit. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, കഴിഞ്ഞ ആഴ്ചയിൽ ആ പ്രിയ ദേവദാസൻ പറഞ്ഞു ഒബ്സ്റ്റക്കിൾസ്, ഹിൻഡറൻസസ്, ഒരുപാട് ഹിൻഡറൻസസ് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിലുണ്ട്. നമ്മെ മുൻപോട്ട് വിടാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഈ ലോകത്തിൽ നമ്മൾ വളരെ വിജയകരമായി ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേങ്കിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ ഇല്ലെന്ന് പറഞ്ഞു പോകാൻ നമുക്ക് സാധിക്കും. പക്ഷേ അതിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടും. അതിനെ ഇല്ലെന്ന് പറഞ്ഞ് കണ്ണടയ്ക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മെ പുറമോട്ട് പിടിക്കുന്ന അനേക ശക്തികളുണ്ട്. വിശ്വാസ ജീവിതത്തിൽ നമ്മെ മുൻപോട്ട് വിടാത്ത ഒരുപാട് പ്രതിസന്ധികൾ ഈ ലോകത്തിലുണ്ട്. അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ, നമ്മുടെ കണ്ണിന്റെ മുൻപിൽ കാണുന്ന കാര്യങ്ങൾ നമ്മെ പാപത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. നമ്മൾ കണ്ടുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കണ്ണിന്റെ മുൻപിൽ കടന്നു വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രതികൂല വിശ്വാസ ജീവിതത്തിന് പ്രതികൂലമായിട്ട് ഉള്ള ഹിൻഡറൻസ് ആയിട്ടുള്ള ഒബ്സ്റ്റക്കിൾസ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ അതിനെ അതിജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. കഴിഞ്ഞ ആഴ്ചയിലെ പ്രസംഗത്തോട് ബന്ധപ്പെടുത്തി ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ അപ്പോസ്തല പ്രവർത്തികളിൽ നമ്മോട് പറയുന്ന ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് വിശ്വാസികൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ശക്തി പ്രാപിച്ചിട്ട് നമുക്ക് അനേക കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. ഒന്നാമതായിട്ട്
പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു ജീവിതം നാം ചെയ്യണം എന്ന് പറയുമ്പോൾ അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന 5 കാര്യങ്ങൾ ഞാൻ പറയാം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ജീവിതം നാം ചെയ്യുമ്പോൾ ആ അനുഭവത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്ന 5 കാര്യങ്ങൾ. 1, ജീവിതത്തിനും സേവനത്തിനും ഉള്ള ഒരു ശക്തീകരണം, എംപവർമെന്റ് ഫോർ ലിവിങ് ആൻഡ് സർവീസ്. അപ്പോൾ വിശ്വാസികൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പന എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിന്റെ അവസാനത്തെ കൽപ്പന എന്താണ്? നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം, നിങ്ങൾ ശിഷ്യന്മാരെ സൃഷ്ടിക്കണം, നിങ്ങൾ അവരെ ഉപദേശിക്കണം, നിങ്ങൾ അവരെ സ്നാനപ്പെടുത്തണം, ദൈവകൃപയിൽ കൊണ്ടുവരണം. അതാണ് ഏറ്റവും അവസാനത്തെ കൽപ്പന. അപ്പൊ അത് അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിക്കുന്ന എന്താണ്? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളായി തീരും. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ പ്രിയ സിസ്റ്റർ ആനി ഫിലിപ്പ് എന്നോട് പറഞ്ഞു, പേവ വാസ് ഗോയിങ് ടു വിറ്റ്നസ് ടു അതർ പീപ്പിൾ. അത് സ്വയമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ഉത്തേജനം, ആ ഒരു പ്രോത്സാഹനം നമുക്ക് നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞ ആ വാക്ക്, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, എനിക്ക് അടങ്ങിയിരിക്കാൻ സാധിക്കത്തില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, ക്രൂശിന്റെ വചനം പ്രൊക്ലൈം ചെയ്യുവാനുള്ള ആ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, എനിക്കതിനെ കുറിച്ച് ലജ്ജയില്ല, എനിക്ക് ഈ സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല, അത് ദൈവത്തിന്റെ ശക്തിയാണ്, അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കേണ്ടുന്നത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം വളരെ എഫക്റ്റീവായിട്ട് നിറവേറ്റുവാൻ നമുക്ക് സ്വയമായിട്ട് കഴിയത്തില്ല. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പ്രാസംഗികൻ വളരെ പ്രിപ്പയർ ചെയ്ത് ഒരു മെസ്സേജ് ഒക്കെ ചെയ്തു, അത് പ്രസംഗിക്കുകയാണെങ്കിൽ ഒരു പക്ഷെങ്കിൽ അതിൽ കൂടി ഒരുപാട് ഇൻഫർമേഷൻസ് ഒക്കെ വരുമായിരിക്കും. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവിൽ കൂടി അല്ല അത് ചെയ്യുന്നതെങ്കിൽ ആ പ്രസംഗം കൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടാകത്തില്ല, ഒരു വ്യക്തിയും രക്ഷിക്കപ്പെടത്തില്ല, ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകത്തില്ല. അത് ഒരു തലയിൽ നിന്ന് വന്നു മറ്റൊരു തലയിലോട്ട് പോകും, അത് കഴിഞ്ഞതിന്റെ ഇടപാടും തീരും. പക്ഷെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ കൂടി പ്രവർത്തിച്ചാൽ, ദൈവത്തിന്റെ വചനം ആര് സംസാരിച്ചാലും, പണ്ഡിതൻ സംസാരിച്ചാലും പാമരൻ സംസാരിച്ചാലും ആര് സംസാരിച്ചാലും, അത് ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്നു, അതൊരു ഹൃദയത്തിലോട്ട് പോകും, ആ ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യും. അപ്പൊ അങ്ങനെ ഉള്ള എംപവർമെന്റ്, ആ ഒരു എംപവർമെന്റ് നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ ജീവിതം ചെയ്യുന്നവരാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആദ്യ കാലഘട്ടങ്ങളിൽ വിശ്വാസികൾ പ്രത്യേകിച്ച് പെന്തക്കോസ്തിന്റെ ഒരു 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 ഹിസ്റ്ററി ഉണ്ടാകുന്ന ആ ഒരു സമയങ്ങളിൽ, ആരംഭ കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന ആളുകളൊന്നും വലിയ തിയോളജി ഡിഗ്രി ഉള്ളവരൊന്നും ആയിരുന്നില്ല. നമ്മളതിനെ ഡിബേറ്റ് ചെയ്യുന്ന കാര്യമില്ല, അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് തന്നെ അറിയാം, എന്നോട് ദൈവജനം സംസാരിച്ചിട്ടുള്ളവര് കഷ്ടിച്ച് 6 മാസം ബൈബിൾ സ്കൂളിൽ പോയി പഠിച്ചിട്ടുള്ളവരാണ്. പക്ഷെ അവര് പ്രസംഗിച്ചിട്ടുള്ള സമയങ്ങളിൽ ദൈവത്തിന്റെ വലിയ ചലനം വ്യക്തി ജീവിതങ്ങളിൽ ഉണ്ടായി. പരിശുദ്ധാത്മാവ് ജനഹൃദയങ്ങളിൽ പ്രവർത്തിച്ചു, പാപികൾ രക്ഷിക്കപ്പെട്ടു, പിന്മാറ്റക്കാർ തിരികെ വന്നു, ജീവിതങ്ങളിൽ രൂപാന്തരമുണ്ടായി. ഇതെല്ലാം ദൈവത്തിന്റെ പവർ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട്, ഈ വ്യക്തിയുടെ ശക്തിയല്ല, ഈ വ്യക്തിയുടെ പാണ്ഡിത്യമല്ല, പക്ഷെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചപ്പോൾ അനേക ഹൃദയങ്ങളിൽ വ്യത്യാസം ഉണ്ടായി. ആ വ്യത്യാസം ഉണ്ടാകുന്നത് ആത്മാവ് നമ്മുടെ ഉള്ളിൽ ആയിരിക്കുമ്പോൾ, നാം പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ, നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന വചനങ്ങൾ നമ്മുടെ വചനങ്ങളായിരിക്കത്തില്ല. ദൈവം പറയുവാൻ, ദൈവത്തിന്റെ മക്കൾ കേൾക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന വചനങ്ങളായിരിക്കും നമ്മുടെ നാവിൽ കൂടി കടന്നു വരുന്നത്.
അപ്പൊ നമ്മുടെ ദൈവം ശക്തീകരിക്കും. അതാണ് ഈ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നതിന്റെ ഒരു മീനിങ്. അതാണ് നമ്മുടെ ജീവിതം it will be empowered for two things. രണ്ട് കാര്യത്തിനാണ് ശക്തി. ഒന്ന്, നമുക്ക് ഈ ലോകത്തിൽ പാപത്തെ തോൽപ്പിച്ച് ജീവിക്കുവാൻ, നമ്മെ തോൽപ്പിക്കുന്ന ശക്തി, അത് ജീവിക്കുവാനുള്ള ശക്തി. അതുപോലെ തന്നെ മറ്റുള്ളവരെ സേവിക്കുവാൻ, മറ്റുള്ളവരോട് സുവിശേഷം എത്തിക്കുവാൻ അതിനാവശ്യമായിട്ടുള്ള ദൈവകൃപ ദൈവം നമുക്ക് തരും. രണ്ടാമതായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് വായിച്ച ആ വാക്യത്തിന്റെ, ഞാൻ വായിച്ചില്ല, അവിടുന്ന് പറഞ്ഞതേ ഉള്ളൂ. ആ പ്രോമിസിന്റെ, യേശുക്രിസ്തു പറഞ്ഞ പ്രോമിസിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഗൈഡൻസ് ആൻഡ് ഡിസേൺമെന്റ്, മാർഗനിർദ്ദേശവും വിവേചനപരവും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വസിക്കുകയും നാം ദൈവാത്മാവിനാൽ നിറയപ്പെടുകയും ചെയ്യുന്നെങ്കിൽ ദൈവം നമ്മെ പോകേണ്ടുന്ന വഴിയെ കൂടെ കൊണ്ടുപോകും. തന്നെ കൊണ്ടുപോകും. കാരണം ആ ഗൈഡൻസ് നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവം പോകാൻ നമ്മോട് കൽപ്പിക്കുന്ന വഴിയുടെ പോയാൽ നാം ഒരിക്കലും പരാജയപ്പെടില്ല. ഐ ക്യാൻ ഗ്യാരണ്ടി യു ദാറ്റ്. ദൈവം നമ്മുടെ തോന്നലനുസരിച്ച് പോകുന്ന കാര്യത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മോട് ചെയ്യുവാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെടത്തില്ല. കാരണം ദൈവം ഒരു വ്യാജത്തിന്റെ ആത്മാവല്ല, സത്യത്തിന്റെ ആത്മാവാണ്. ദൈവം ഒരിക്കലും നമ്മോട് വ്യാജം പറയത്തില്ല. ദൈവം നമ്മെ പോകേണ്ടുന്ന വഴിയെ തന്നെ കൊണ്ടുപോവുകയുള്ളൂ. അപ്പോൾ ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലാണ് യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്ത സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ, ആ ആത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ റോമാലേഖനം 8-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവാത്മാവ് നടത്തുന്നവർ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. കണ്ടോ, ഇത് ദൈവത്തിന്റെ മക്കൾ ആരാണ് എന്നറിയാനൊന്നും ഒരു പ്രയാസവുമില്ല. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നുവെങ്കിൽ നമ്മൾ ദൈവമക്കളാണ്. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നില്ലെങ്കിൽ നമ്മൾ ദൈവമക്കളല്ല. അത് നമ്മൾ എങ്ങനെ, അതാണ് നമ്മൾ ഇന്ന് ആദ്യം വായിച്ച ഭാഗത്തുനിന്ന് വരുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവർക്ക് ഒരു തരത്തിലുള്ള ഫലം ഉണ്ടാകും, ദൈവത്തിന്റെ ആത്മാവ് നടത്താത്തവർക്ക് വേറൊരു തരത്തിലുള്ള ഫലം ഉണ്ടാകും. ദൈവവചനം പറയുന്നു, ഫലം കൊണ്ടത്രേ വൃക്ഷത്തെ നമ്മൾ തിരിച്ചറിയുന്നത്. ഇത് നല്ല വൃക്ഷമാണോ ആകാത്ത വൃക്ഷമാണോ എന്ന് നമ്മൾ അറിയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഫലം, നമ്മൾ ഏത് ഫലം പുറപ്പെടുവിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നടത്തുന്നില്ലെങ്കിൽ, ബൈബിൾ ഞാൻ പറയുന്നതല്ല, ബൈബിൾ പറയുന്നത് നമ്മൾ ദൈവമക്കൾ അല്ല. അപ്പോൾ നമ്മൾ ദൈവമക്കളാണ്. യോഹന്നാൻ പറയുന്നു, നിങ്ങൾ ദൈവമക്കളാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നമ്മൾ ദൈവമക്കളാണ്. അപ്പോൾ ദൈവമക്കളാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നടത്തുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു ജീവിതം നാം നയിക്കണം. അതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കണം. മൂന്നാമത്, നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നാം നിറയപ്പെട്ട് കഴിയുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ സ്വഭാവത്തിന്റെ മാറ്റങ്ങളാണ്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് അവർ ക്യാരക്ടർ. ഈ കാലഘട്ടത്തിൽ സ്വഭാവത്തിന് ആരും വലിയ സ്ഥാനമൊന്നും കൊടുക്കാറില്ല. നമ്മൾ ഒരാളുടെ സ്വഭാവത്തെ ചോദ്യം ചെയ്യാനൊന്നും ലീഗലി പറ്റത്തില്ല. നമ്മൾ വേറൊരാള് തെറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ജയിലിൽ പോകേണ്ടി വരും. കാരണം തെറ്റും ശരിയും ആരാ നിശ്ചയിക്കുന്നത്? പണ്ടൊക്കെ തെറ്റും ശരിയും ഉണ്ടായിരുന്നു, റൈറ്റ് ആൻഡ് റോങ് ഉണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങൾ തെറ്റാണ്, എനിക്ക് അടി കിട്ടിയിട്ടുണ്ട് തെറ്റ് ചെയ്തതുകൊണ്ട്. പക്ഷെ ഇപ്പൊ ആരും അടിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ തെറ്റും ശരിയും വാസ്തവത്തിലില്ല. ആ ഒരു ബാലൻസ്, there is nothing called absolute truth എന്ന് പറയുന്ന ഒരു സംഗതി ഇപ്പൊ ഇല്ല. absolute truth എന്ന് പറഞ്ഞ ഒരു കാര്യം ഇന്നില്ല. അതെല്ലാം അബോളിഷ് ചെയ്ത് കഴിഞ്ഞു. അത് പോസ്റ്റ് മോഡേണിസത്തിന്റെ ഒരു ഭാഗമായിട്ട് ഈ എല്ലാത്തിൻ്റെ സെന്റർ അങ്ങ് പോയി. there is nothing called center anymore. the center doesn't exist anymore. അതിപ്പോ ഇല്ല. അപ്പോൾ നമുക്ക്
ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്ന് ലോകത്തിന്റെ മുൻപിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. ദൈവത്തിന്റെ ലോ ഒന്നും മാറിയിട്ടില്ല. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, പക്ഷെ എന്റെ വചനം ഒരു നാളും ഒഴിഞ്ഞു പോകത്തില്ല. എഴുതിയത് പീലാത്തോസ് പറഞ്ഞാൽ എഴുതിയത് എഴുതി, ഇനി അതിന് മാറ്റമില്ല. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നടക്കും. നമ്മളെല്ലാവരും ഒരു ദിവസം ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ ചെല്ലേണ്ടതാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പോകേണ്ടതാകുന്നു. അതിൽ നിന്ന് ഒരു എസ്കേപ്പ് ആർക്കും ഇല്ല. അതിൽ നിന്ന് ഞാൻ ഒരു റോയൽ ഫാമിലിയാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ ഒരു സംവിധാനത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ് എസ്കേപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല. We all have to appear before the throne of God. ദൈവത്തിന്റെ ന്യായാസനം, അത് ജഡ്ജ്മെന്റിന്റെ ന്യായാസനമായാലും അത് ബെനിഫിറ്റിന്റെ ന്യായാസനമായാലും അനുഗ്രഹത്തിൻ്റെതായാലും we have to get there. അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത് നമ്മുടെ സ്വഭാവത്തിന് മാറ്റങ്ങൾ ഉണ്ടായേ മതിയാകത്തുള്ളൂ. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിന് വളരെ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടുന്നതായിട്ടുള്ള ആവശ്യമാണ്. അതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കൂടി ചെയ്യുന്നത്. ആത്മാവിൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ജീവിതം ചെയ്യുമ്പോൾ ഒന്നാമത്തെ മാറ്റം സംഭവിക്കുന്നത് നമ്മുടെ സ്വഭാവത്തിലാണ്. നമുക്കറിയാം, ഓരോ ചില വ്യക്തികളൊക്കെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ അവർ പിന്നെ പഴയ മനുഷ്യരെയല്ല, അവരുടെ സ്വഭാവം മുഴുവനും കംപ്ലീറ്റ്ലി ഒരു ടേൺ അറൗണ്ടാണ്. അവര് ഏതൊരു കാര്യത്തിന് പ്രാധാന്യം കൊടുത്തോ ആ കാര്യമെല്ലാം അവർ അങ്ങ് പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചപ്പും ചവറുമെന്ന് അങ്ങ് എണ്ണി അതിനെ കളഞ്ഞു. അപ്പോൾ അവരുടെ സ്വഭാവത്തിന് കംപ്ലീറ്റ്ലി ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വരാനുള്ള കാരണം എന്താണ്? പരിശുദ്ധാത്മാവ് അവരിൽ വസിച്ചത് കൊണ്ടാണ്. നാലാമത്, I'm going to finish in a few minutes. നാലാമത്, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ നമ്മുടെ ആരാധന അതിന് വലിയൊരു മാറ്റം ഉണ്ടാകും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ദൈവത്തോട് കുറെ കൂടെ ഒരു അടുപ്പം ഉണ്ടാകും, ഒരു ഇൻറ്റിമസി. There is an intimacy with God. ദൈവത്തോട് നമുക്ക് അല്പം കൂടെ അടുപ്പം ഉണ്ടാകും, ദൈവത്തോട് വലിയ സ്നേഹം ഉണ്ടാകും. ദൈവത്തോട് അടുപ്പമല്ല, ദൈവത്തോട് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ദൈവത്തോട് വലിയ സ്നേഹം ഉണ്ടാകും. അപ്പൊ ദൈവത്തോട് സ്നേഹം ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് പിന്നീടുള്ള ആരാധനയ്ക്ക് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മുടെ പാട്ടിന് ജീവൻ ഉണ്ടാകും. നമ്മുടെ മധ്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളും ഒക്കെ വെളിപ്പെടും. ദൈവം നമ്മുടെ ആരാധനയെ അനുഗ്രഹിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കുന്ന ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും. അഞ്ചാമതായിട്ട് ലാസ്റ്റ് ആയിട്ടുള്ള അഞ്ചാമത്തെ കാര്യം, നാം പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നിറവിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുസരണം ഉണ്ടാകും. ദൈവത്തോടും മനുഷ്യനോടും. നമ്മൾ മനുഷ്യനോട് അനുസരിക്കുന്നതെന്നൊക്കെ ചോദിക്കും. പക്ഷേ നമുക്ക് മനുഷ്യരെ അനുസരിക്കേണ്ടുന്നിടത്ത് മനുഷ്യരെ അനുസരിക്കാൻ പറ്റും, ദൈവത്തെ അനുസരിക്കേണ്ടുന്നിടത്ത് ദൈവത്തെ അനുസരിക്കാൻ പറ്റും, ദൈവസന്നിധിയിൽ നമുക്ക് കീഴ്പ്പെടാൻ പറ്റും. അപ്പൊ അത് ഒക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ. എഫേഷ്യൻസ് 5:18 നാം വായിക്കുന്നത്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകും. ഇനിയാണ് ആത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന എന്തൊക്കെയെന്നറിയാമോ? സങ്കീർത്തനം, സ്തുതി, ആത്മീയ ഗീതങ്ങൾ, തമ്മിലുള്ള സംസാരം, എൻകറേജിങ് സംസാരം. പിന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പാട്ട്, കീർത്തനം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. അത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിൽ നാം ജീവിക്കുന്നതാണ്. ഇനി ഞാൻ ഇത് ഇവിടെ അവസാനിപ്പിക്കാം. ഞാൻ 5 വിവിധങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ, ആത്മനിറവിൽ ജീവിക്കുന്ന വ്യക്തി ഉണ്ടാകുന്ന 5 വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇൻട്രൊഡക്ഷനിൽ കൂടി ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു.
ഇനി ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ എയർപ്ലെയിൻ, എല്ലാവരും ഇത് യാത്ര ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നവരാരും ഇത് യാത്ര ചെയ്യാത്തവരില്ലെന്ന് എനിക്കറിയാം. കാരണം മിക്കവാറും ആണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വന്നവരാണ്. വിമാനത്തെ കയറാതെ ആർക്കും ഇവിടെ വരാൻ പറ്റത്തില്ല. സോ വി ആൾ ഹാവ് ട്രാവൽ ഇൻ ദ ട്രെയിൻ. നമുക്കറിയാം വിമാനത്തിന് കപ്പാസിറ്റീസ് ഉണ്ട്, കേപ്പബിലിറ്റി ഉണ്ട്. വിമാനം ബഹുദൂരം അതിവേഗം സഞ്ചരിക്കുന്ന ഒരു വാഹനമാണ്. വളരെ വേഗത്തിൽ ഇപ്പം 20 മണിക്കൂർ കൊണ്ട് നമുക്ക് കേരളത്തിൽ കൊച്ചി ചെല്ലാൻ പറ്റും, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ചെല്ലാൻ പറ്റും. 20-22 മണിക്കൂർ മതി, വളരെ വേഗത്തിൽ ചെല്ലാൻ പറ്റും. എന്നാൽ പണ്ട് സമയത്തൊക്കെ ഞാൻ പോകുമ്പോൾ 2-3 ദിവസം എടുത്തല്ലോ അവിടെ ചെല്ലാനായിട്ട്. പലയിടത്ത് ഇറങ്ങി കയറി ഒക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു സമയമാണ്. അപ്പൊ വളരെ കപ്പാസിറ്റിയുള്ള അനേകം വ്യക്തികളെ വഹിച്ച്, ചില വിമാനത്തിന് 85 മുതൽ 100, 120, 400 ആളുകളെ കയറ്റി പോകാത്ത വലിയ ജംബോ ജെറ്റ് വിമാനങ്ങൾ ഉണ്ട് ഇപ്പോൾ. അതിനകത്ത് പാസഞ്ചർ കൂടാതെ കാർഗോ കൊണ്ടുപോകാൻ പറ്റും. ഈ വിമാനത്തിന് വളരെ ഉയരത്തിൽ പറക്കാൻ പറ്റും, അതുപോലെ വളരെ വേഗത്തിൽ. ഇന്നത്തെ ചില വിമാനങ്ങളൊക്കെ ഒരു 560 മൈൽ മുതൽ ഒക്കെ വേഗത്തിൽ പറക്കുന്ന, സാധാരണ ട്രാവൽ ചെയ്യുന്ന നമ്മുടെ വിമാനങ്ങളൊക്കെ അത്ര വേഗത്തിൽ പറക്കും. 35,000 മുതൽ 40,000 അടി വരെ ഉയരത്തിൽ ഇതിനെത്താൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ വളരെ കപ്പാസിറ്റി, ഇതിനകത്ത് ഒത്തിരി ടെക്നോളജി ഉണ്ട്. ഇതിന് പൈലറ്റിന് സഹായമില്ലെങ്കിലും ഇതിന് പറക്കാൻ പറ്റും, അത് ലാൻഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഒരുപാട് ടെക്നോളജിയും ഏവിയോണിക്സും ഒക്കെ ഉള്ള ഒരു വിമാനം നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഈ വിമാനത്തിനകത്ത് അതിന് വേണ്ടുന്ന ഇന്ധനമില്ലെന്ന് വിചാരിക്കുക. പൈലറ്റ് വന്നു, അയാൾ എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്ത് നോക്കും, ഏതെങ്കിലും ഒരു എൻജിൻ സ്റ്റാർട്ടാകും? ഒന്നും സ്റ്റാർട്ടാകത്തില്ല. എല്ലാ എൻജിനും അവിടെ ഉണ്ട്, എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. എൻജിനുണ്ട്, ഡിസ്പ്ലേ ചെയ്യുന്ന എല്ലാ യൂണിറ്റും ഉണ്ട്. പക്ഷേ നേരത്തെ ഇന്ധനം ഉണ്ടായിരുന്നപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻജിൻ സ്റ്റാർട്ടാകും, ഡിസ്പ്ലേ എല്ലാം ഓണാകും, ഇത് അതിൻ്റെ റീഡിങ്ങും എല്ലാം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതിനകത്ത് ഇന്ധനമില്ലെങ്കിൽ ഒരു എൻജിന് സ്റ്റാർട്ട് ആകത്തില്ല, ഒരു ഡിസ്പ്ലേയും വരത്തില്ല, അതിന് ഒരടി പോലും ഉയരാൻ കഴിയത്തില്ല, അതിന് ഒരു ഇഞ്ച് നീങ്ങാൻ പറ്റത്തില്ല. അതുപോലെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഇങ്ങനെയുള്ള വിമാനത്തെ നമുക്ക് മ്യൂസിയത്തിലൊക്കെ കൊണ്ടുവന്ന് വെക്കാൻ മാത്രമേ കൊള്ളത്തുള്ളൂ. ഇന്ന് അനേക വിശ്വാസികളും ഇതുപോലെയാണ്, മ്യൂസിയത്തിൽ വെക്കേണ്ടുന്ന വിശ്വാസികളാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെട്ടാൽ മാത്രമേ നമ്മുടെ എൻജിൻ സ്റ്റാർട്ട് ആകത്തുള്ളൂ. നമുക്കൊരു സ്പിരിച്വൽ എൻജിൻ ഉണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ആകത്തുള്ളൂ. ആ എൻജിൻ സ്റ്റാർട്ട് ആയെങ്കിലേ നമുക്ക് ഉയരങ്ങളിലേക്ക് പറക്കാൻ പറ്റത്തുള്ളൂ. ആ എൻജിൻ സ്റ്റാർട്ട് ആയാൽ മാത്രമേ നമുക്ക് ഒരാളുടെ അടുത്തേക്ക് സുവിശേഷം പറയാൻ പറ്റത്തുള്ളൂ. ആ എൻജിൻ സ്റ്റാർട്ട് ആയാൽ മാത്രമേ നമ്മുടെ സ്പിരിച്വൽ റേഡാർ സിസ്റ്റം ഒക്കെ ഒന്ന് ആക്റ്റീവായിട്ട് വരത്തുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്കെതിരെ വരുന്ന ശത്രുവിനെ കാണാൻ കഴിയത്തുള്ളൂ. എന്നാൽ നാം പലപ്പോഴും ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് എന്ന് വിചാരിച്ച് തള്ളിക്കളയും. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് അബ്യൂസേഴ്സ് നടക്കുന്നത് കൊണ്ട് നല്ലതേതാണ് തീയതേതാണ് എന്നറിയാതെ ദൈവത്തിന്റെ ജനങ്ങൾ വളരെ ഒരു പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന ഒരു സമയമാണ്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഒരു ജെന്യുവിൻ എക്സ്പീരിയൻസ് ആണ്. അത് നാം എല്ലാവരും പ്രാപിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. അല്ലാതെ നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടമാണ്. നമ്മളിൽ പരിശുദ്ധാത്മാ പ്രവർത്തിക്കണം, നമ്മൾ പരിശുദ്ധാത്മാ പൂർണ്ണനായി തീരണം, ആത്മപൂർണരായി തീരണം. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്തു തന്നെയായിരുന്നാലും, പലരിലും പല തരത്തിലുള്ള ശുശ്രൂഷകളാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ഏത് ശുശ്രൂഷയാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലാണ് നമുക്ക് ഒരു ശുശ്രൂഷയും ചെയ്യാൻ കഴിയത്തില്ല. നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഞാനൊരു പാട്ടിന്റെ 1-2 അടികൾ പാടുന്നു. അത് കഴിയുമ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ച് നമ്മുടെ സഭായോഗം ഇവിടെ അവസാനിപ്പിക്കും. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മനായക
ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. എന്റെ പൊന്നുനാമമഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, എല്ലാം അങ്ങേ മഹത്വത്തിനായി. സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ, ദൈവസ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ, സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ, ദൈവസ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ, എന്നിൽ സ്വഭാവം പകരണമേ. ദിവ്യ തേജസ്സാലെന്നെ നിറയ്ക്കണമേ. എന്നിൽ സ്വഭാവം പകരണമേ. ദിവ്യ തേജസ്സാലെന്നെ നിറയ്ക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, എല്ലാം അങ്ങേ മഹത്വത്തിനായി. Hallelujah. Praise you, Jesus. ശിശുവിലുള്ള അനുഗ്രഹിച്ചായി നന്ദിയോടെ സ്തോത്രം. ദാസനെ ബലപ്പെടുത്താൻ നന്ദിയോടെ Hallelujah. അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങളെ കൽപ്പിച്ചതാൽ നന്ദിയോടെ ദാസനെ അതിനെ അനുഗ്രഹിക്കുന്നത് വർഷങ്ങളുടെ കർത്താവ് ദാസനോട് തനായി സ്തോത്രം. കന്യാതെ പലതരമുള്ള കടന്നുപോയി കർത്താവ് ആരോഗ്യത്തോടെ സന്തോഷത്തോടെ കർത്താവിന്റെ നമ്മളെ കൊടുക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ സഭയെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടിയിരുന്ന എല്ലാ മക്കൾക്കായി നന്ദിയോട് സ്തോത്രം ജനിച്ചാൽ സഭയെ സാഹചര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു, വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒരുപാട് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചുറ്റോടുള്ള അയൽവാസികളെ എല്ലാം അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ലോകത്തിലെ പ്രയാസങ്ങളിരിക്കുന്ന വിടുതലും ആശ്വാസം കൊടുക്കണേ. രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവയുടെ ക്രിസ്ത്യാനി രാജ്യത്തിനെ കൊച്ചു കേരളത്തിനെ അവിടെ മറക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ ഭരണാളിക്ക് വേണ്ടി ഇവരെല്ലാവരും കർത്താവെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയില്ലാതെ സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയായിട്ടുള്ള കർത്താവെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ശനിയാഴ്ച നടക്കുന്ന നിങ്ങളെ നിർവഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഏറ്റവും അനുഗ്രഹം നടക്കാൻ കർത്താവെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിലേക്ക് കടന്ന് എല്ലാവരെയും കർത്താവെ ആരോഗ്യത്തോടെ കർത്താവെ കൂട്ടുവരുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാസനെ ബലപ്പെടുത്തിമാരെ ബലപ്പെടുത്തുന്നു. വിശേഷിയായി നിശ്ചകളോട് കർത്താവെ കൊണ്ടു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെയും കർത്താവ് കൂടുതലായി പ്രവർത്തിക്കാൻ കർത്താവെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാട്ടിൽ കടന്ന് കർത്താവെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കാത്തെല്ലാം കൂടി സഹായിക്കുന്നു. പ്രോബ്ലം ഉണ്ടാകത്താതെ യാത്ര ചെയ്യാനുള്ള പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രാർത്ഥിക്കാൻ കടത്തിട്ട് എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ വിഷയങ്ങളെല്ലാം പ്രവർത്തിക്കുക. എല്ലാം വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാം പ്രവർത്തിക്കുന്നു. അടിയനെയും കുടുംബാടുകളിലേക്ക് പ്രാർത്ഥിക്കുന്നു.
ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നൽവരങ്ങളും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. Praise God.